السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي أولا بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്കൊക്കെ സർവ്വ പാപങ്ങളും പുറത്തു തന്ന് രണ്ട് ലോകത്തും ഖൈറിലും സന്തോഷത്തിലുമാക്കി നമ്മയൊക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. നമ്മെയും നമ്മുടെ ശിഷ്യഗണങ്ങളെയും നമ്മുടെ അഹ്ലുകാരെയും മുഹിബ്ബീങ്ങളെയും അൻസ്വാറുകളെയും അഅ്വാനുകളെയും ഒക്കെ അല്ലാഹു തആല യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ ഖുർആൻ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാലത്തെ 12 മാസമായാണ് കണക്കാക്കിയിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ ഉദ്ഘോഷിക്കുന്നുണ്ട്. അതിൽ പല മാസങ്ങൾക്കും പല മാസങ്ങളെക്കാൾ സവിശേഷമായ ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. ഇതെല്ലാം പരിശുദ്ധമായ ഹദീസിലും മറ്റുമൊക്കെ വ്യക്തമാക്കപ്പെട്ടതാണ്. സ്വഫർ മാസത്തെ കുറിച്ചൊന്ന് പറയാം. സ്വഫറിന്റെ ഒടുവിലെ ബുധനാഴ്ചയെ കുറിച്ച് ആരിഫീങ്ങളാകുന്ന മഹത്തുക്കൾ പ്രത്യേകം ചില ഉപദേശ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്വീകരിക്കേണ്ടവർക്ക് അത് സ്വീകരിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ദൈറബി അടക്കം പല ഇമാമിങ്ങളും പല ആരിഫീങ്ങളും പല സൂഫിയാക്കളും കശ്ഫിന്റെ അഹലിക്കാരും പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണ് യൻസിലു ഫീ കുല്ലി സനത്തിൻ 320 അൽഫം മിനൽ ബലിയാത്തി. 20,300 പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഓരോ വർഷവും ഇറങ്ങുമെന്നും വകുല്ലു ദാലിക ഫീ യൗമിൽ അർബിയയിൽ അഖീരി മിന ശഹരി സ്വഫർ, ഓരോ വർഷത്തിലെയും സ്വഫർ മാസം ഒടുവിലെ ബുധനാഴ്ചയാണ് അത് എന്നും. ഫയകുനു ദാലിക്കൽ യൗം അസ്അബ അയ്യാമി സനത്തി, ആ കൊല്ലത്തിലെ ഏറ്റവും പ്രയാസപൂർണമായ ദിവസം അതാകും. അതുകൊണ്ട് ഫമൻ സ്വല്ലാ ഫീ ദാലിക്കൽ യൗമി, അന്ന് ആരെങ്കിലും നിസ്കരിച്ചു 4 റക്അത്ത് 4 റക്അത്ത് യഖറഉ ഫീ കുല്ലി റക്അത്തിൻ മിന്ന, ഓരോ റക്അത്തിനും ഫാത്തിഹയുടെ ശേഷം ഇന്നാ അത്വനാകുൽ കൗസർ എന്ന സൂറത്ത് 17 പ്രാവശ്യവും സൂറത്തുൽ ഇഖ്ലാസ് 5 പ്രാവശ്യവും മുഅവ്വിദത്തൈനി ഓരോ പ്രാവശ്യവും ഓതി നിസ്കരിക്കുകയും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഈ പ്രത്യേക ദുആയിരിക്കുകയും ചെയ്യുക. എന്നിട്ട് ഏതാണ് ആ ദുആ എന്നും പഠിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊതുവെ ദുആന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തില്ല എന്നാണ് ഷാഫി മദ്ഹബിന്റെ പ്രബലം. ഏതാവട്ടെ, ഇതിൽ അങ്ങനെ കാണുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم يا شديد القوى ويا شديد المحال يا عزيز يا من لعزتك جميع خلقك اكفني من شر جميع خلقك يا محسن يا مجمل يا متفضل يا منعم يا متكرم يا من لا اله الا انت ارحمني برحمتك يا ارحم الراحمين اللهم بسر الحسن واخيه وجده وابيه وامه وبنيه اكفني شر هذا اليوم وما ينزل فيه يا كافي المهمات يا دافي البلايا فسيكفيكهم الله هو السميع العليم وحسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم എന്നിങ്ങനെ ദുആ ഇരക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ദുആ ഇരുന്നാൽ ആ പ്രയാസങ്ങളിൽ നിന്ന് അവന് രക്ഷപ്പെടാമെന്ന്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല സൂഫിയാക്കളും മറ്റുമൊക്കെ ഇത് ഉദ്ധരിച്ചിരിക്കാം. പക്ഷേ ഷാഫി മദ്ഹബുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദഈ കക്ഷികൾ പറയുന്നത് പോലെ, വഹാബി ജമാഅത്ത് മൗദൂദിയാദികൾ പറയുന്നത് പോലെ നല്ല നല്ല രാത്രികളിലുള്ള ദിക്റുകളോ അല്ലെങ്കിൽ ദുആകളോ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെയോ നിരാകരിക്കുകയേ അല്ല. മറിച്ച് ഷാഫിഈ മദ്ഹബ് എങ്ങനെയാണോ അമലുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് നിസ്കാരങ്ങളെയും മറ്റും പരിചയപ്പെടുത്തി തന്നത്, അവിടെ തന്നെ നിൽക്കുന്നതിന് പകരം ഫുഖഹാ എന്ത് പറഞ്ഞു എന്ന് നോക്കാതെ നാം ഇவ்விதം ഹദീസുകളിൽ നിന്ന് വഹാബി ജമാഅത്തുകാർ ചെയ്യുന്നത് പോലെ നമ്മളും ഇസ്തിംബാത്ത് ചെയ്യാൻ പോയാൽ അപകടം വരും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെർവാനി 1-ാം വാള്യം 240-ാമത്തെ പേജിലും ഷെർവാനി 1-ാം വാള്യം 271-ാം പേജിലെ 4-ാമത്തെ വരിയിലും
ഷറൽ മുഅദ്ദബ് 1-ാം വാള്യം 59-ാം പേജിലും ഇവിടങ്ങളിലൊക്കെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുഹഫ 1-ാം വാള്യം 102-ലുമൊക്കെ ഫളായിലുൽ അഅ്മാലിലും മനാഖിബിലുമൊക്കെ സ്വഹീഹായ ഹദീസുകളെ പോലെ തന്നെ ലഈഫായ ഹദീസുകളെ കൊണ്ടും അമല് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അന്നൽ ഹദീസ ലഈഫ വൽ മുർസല വൽ മുഅദല വൽ മുൻഖത്തിയ യുഅമലു ബിഹി ഫി ഫളായിലിൽ അഅ്മാലി ഇത്തിഫാഖൻ ബൽ ഇജ്മാഅൻ അലാ മാ ഫീഹി എന്ന് തർശീൽ ഇമാം സഖാഫ് തങ്ങൾ അൽ ബാഖിയാത്തു സ്വാലിഹത്തിൽ 438-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ തന്റെ ഫത്താവൽ ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം ലഈഫായ ഹദീസുകളെ കൊണ്ടും മുർസല ഹദീസുകളെ കൊണ്ടും മുഅദല ഹദീസുകളെ കൊണ്ടും മുൻഖത്തിയ ഹദീസുകളെ കൊണ്ടും വരെ ഫളായിലുൽ അഅ്മാലിൽ അമൽ ചെയ്യാം എന്ന് പറയുമ്പോൾ, മനാഖിബിലും അമൽ ചെയ്യാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തരം ഹദീസുകളൊക്കെ അമൽ ചെയ്തുകൂടെ എന്നാണ് പൊതുവെ ചോദിക്കുന്നത്. ഇവിടെയാണ് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തന്റെ മിൻഹാജിൽ വഹദഫ്തു ദുആൽ അഅ്ളായി, ഒളുവിന്റെ ഓരോ അവയവങ്ങളെ കഴുകുമ്പോൾ പ്രത്യേകമായ ദുആകൾ വേണമെന്ന് മുഹററിൽ ഇമാം റാഫിഈ തങ്ങൾ പറഞ്ഞതിനെ ഇസ്തിദ്റാക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ദുആ സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതില അസ്ല ലഹു, ഗണിക്കപ്പെടും വിധം, കണക്കെടുക്കപ്പെടും വിധം അടിസ്ഥാനം അതിന് ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ പറഞ്ഞത്. തുഹഫ 1-ാം വാള്യം 239, 240 പേജുകളിൽ ഈ കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഷർഹുൽ ഇമാമിൽ മഹല്ലി 1-ാം വാള്യം 56-ാമത്തെ പേജിലുണ്ട്. വഅമ്മദ് ദുആ വല അഅ്ളാഇൽ വുളൂഇ ഫലം യജി ഫീ ഷൈഉൻ, അത് ശരിയല്ല, അതുകൊണ്ട് അങ്ങനെ ദുആ ചെയ്യേണ്ടതില്ല എന്ന് അദ്കാറിൽ ഇമാം നവവി തങ്ങൾ 30-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം ബഹുമാനപ്പെട്ട ഫത്തുൽ മുഈനിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇമാം സക്കരിയ അൻസ്വാരി അടക്കമുള്ള പണ്ഡിതന്മാരിൽ പല ആളുകളും ഹദീസുകൾ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ അഅ്ളാഇൽ ദുആ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഒരിക്കലും തന്നെ അത് അംഗീകരിക്കാവതല്ല, ഇല്ല, അങ്ങനെ പാടില്ല എന്ന് ഇമാമുന നവവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതിനെയാണ് നാം ഇവിടെ പ്രബലമാക്കുന്നത് എങ്കിൽ, അതുപോലെ തന്നെ ബറാത്ത് രാത്രിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ ചില ഹദീസുകളും മഹാന്മാരായ വലിയ കശ്ഫിന്റെ അഹ്ലുകാരെ തൊട്ടൊക്കെ ഒരുപാട് ഖൗലുകൾ ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട ഫത്തുൽ മുഈനിലും തുഹഫയിലും ഒക്കെ എന്താ പറഞ്ഞത്? അമ്മ സ്വലാത്തുൽ മഅറൂഫത്തു ലൈലത്തുർ റഗായിബി വനിസ്ഫി ശഅബാന ബയൗമി ആശൂറ ഫബിദഅത്തുൻ ഖബീഹത്തുൻ, ഒരിക്കലും തന്നെ അത് അംഗീകരിച്ചുകൂടാ, ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്, കുറ്റമാണ്, വേണ്ട എന്നാണ് ആ നിസ്കാരത്തെ കുറിച്ച് ഒരുപാട് നല്ല കശ്ഫിന്റെ ഇമാമിയങ്ങളും സൂഫിയാക്കളും ഒക്കെ നമ്മോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബറാത്തിന്റെ രാത്രി ഒരു 100 നിസ്കാരം സുന്നത്താണ് എന്ന് പല കിതാബുകളും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹഫയിലും അല്ലാമ മഖ്ദൂം തങ്ങൾ ഫതുഹുൽ മുഈൻ 113-ാമത്തെ പേജിലുമൊക്കെ അങ്ങനെ ഒരു ഹദീസ്, അങ്ങനത്തെ ഒരു നിസ്കാരം ഇല്ലെന്നും വേണ്ടെന്നുമാണ് പ്രത്യേകം നമ്മെ പഠിപ്പിച്ചത്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട തുർമുദി 114-ാമത്തെ പേജിൽ ബാബു ഫി ദുആഇൽ ഹിഫ്ളി എന്ന ബാബിൽ ഹദീസ് നമ്പർ 3581 ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസിനെ തങ്ങളെ തൊട്ട് 4 റക്അത്തുള്ള ഒരു നിസ്കാരം, ഖുർആനും മറ്റും ഹിഫ്ള് വർദ്ധിക്കാൻ വേണ്ടി നിസ്കാരം വ്യക്തമായി ഉദ്ധരിക്കുന്നുണ്ട്. ഇമാമുന തുർമുദി തങ്ങൾ ഹദീസുൻ ഹസനുൻ ഗരീബും എന്ന് പറഞ്ഞ ഹദീസാണത്. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം യാസീനും, 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം ദുഖാനും, 3-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയുടെ ശേഷം സൂറത്തു സജദയും, 4-ാമത്തെ റക്അത്തിൽ തബാറക്കും ഓതിക്കൊണ്ട് പ്രത്യേകം ദുആയുള്ള ഒരു നിസ്കാരത്തെ കുറിച്ചാണ് ആ ഹദീസിൽ പ്രതിപാദ്യം. ബഹുമാനപ്പെട്ട ഫുഖഹാ എന്താണോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നറിയാതെ ഹദീസ് ലൈഫ് കൊണ്ടുപോലും അമൽ ചെയ്യാം എന്ന് വെച്ച് സാധാരണക്കാരായ നാം അമൽ ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഫുഖഹാ എപ്രകാരം നമുക്ക് സുന്നത്താക്കി തന്നോ, ഫിഖ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അഹ്കാം ശർഇയ്യ അമലിയ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നാം അംഗീകരിക്കുന്ന ഷാഫിഈ കിതാബുകളിൽ നിന്ന് എപ്രകാരമാണോ ഉസൂൽ അടിസ്ഥാനത്തിൽ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് തന്നെയാണ് നാം അമൽ ചെയ്യേണ്ടത്. സൂഫിയാക്കളെ കിതാബിലും കശ്ഫിന്റെ ഇമാമിയങ്ങളെ കിതാബിലും മറ്റുമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ഷാഫി മദ്ഹബിന്റെ ഇമാമിയങ്ങൾ എങ്ങനെയാണ് അതിനെ കണ്ടത് എന്നും നമ്മുടെ മസ്ലക്കിൽ അതിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നറിയാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇത് വലിയൊരു പ്രചാരണം നേടിക്കൊണ്ട് ഇതിങ്ങനെ ഒരു മുഅക്കദായ സുന്നത്ത് നിസ്കാരമാണ് എന്ന് പോലും തെറ്റിദ്ധരിപ്പിക്കും വിധം ഇതിങ്ങനെ പ്രഭാഷണങ്ങളിലും
എഴുത്തുകളിലും ഇന്ന് സജീവമായി രംഗത്തെത്തുന്നുണ്ട്. ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇത് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കൗല് കാണുമ്പോഴേക്ക്, ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയട്ടെ, മഗ്രിബ് നിസ്കാരത്തിൽ ഓരോ രാത്രികളിലും പ്രത്യേകമായ ചില സൂറത്തുകൾ പല സൂഫിയാക്കളെ തൊട്ട് മുദ്രിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഷാഫി മദ്ഹബിൽ അത് സുന്നത്താണോ കണ്ടറിയണം. വെള്ളിയാഴ്ച രാവ് മഗ്രിബിന് ഖുൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹും ഓതന സുന്നത്തുണ്ട്, ശരി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പല സൂറത്തുകളും ഓതുമ്പോ ബഹുമാനപ്പെട്ട ഫത്തുൽ മീൻ അടക്കമുള്ള നമ്മുടെ കിതാബുകളിൽ പറഞ്ഞ തെർത്തീബിന് മുവാലാത്തിന് പോലും ഭംഗം വരും വിധം ആരെങ്കിലും പറഞ്ഞാൽ ഷാഫി മദ്ഹബ് നിയമപ്രകാരം അത് സുന്നത്തിന്റെ എതിരാകും എന്നുള്ളത് നാം ശ്രദ്ധിക്കുന്നത് നന്നോ. ചില കിതാബുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ യുസന്നു ഫീ ലൈലത്തി മഗ്രിബിൽ അഹദ് എന്ന് പറഞ്ഞ് ചില ബെയ്ത്തുകൾ തന്നെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അവയിലൊക്കെ കാണുന്നത് വെള്ളിയാഴ്ച രാവിലെ മറ്റുള്ള രാത്രികളിലൊക്കെ പ്രത്യേകമായ ചില സൂറത്തുകൾ സുന്നത്തുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഷാഫി മദ്ഹബിൽ അത് മുഅ്തമദായി കാണൂല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മുഅ്തമദ് ഇല്ലാത്തത് സൂറത്തുകളുടെ തെർത്തീബ് വരെ പിഴച്ചു പോകും വിധമാകുമ്പോ തുസന്നു ഫീ മഗ്രിബി ലൈലത്തിൽ അഹദ് ഫിലും ഖുറൈശുൻ അവലൈനി ഖദ് വറദ് വലൈലത്തുൽ ഖാമിസി വൽ ഇത്നൈനി മഊനു കൗസർ സുന്നത്തും ഫീ ദൈനി വലൈലത്തുൽ ജുമുഅത്തി വസ്സലാത്തി കാഫിറു ഇഖ്ലാസും ബിലാ അബ്ഹാത്തി വലൈലത്തുൽ അർബഇ സുമ്മ സബ്തി ഫലഖും ബിറബ്ബിൻ നാസി ഹുന്ന തമ്മത്തി. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ ഷാഫി മദ്ഹബില് എപ്രകാരം സുന്നത്തായി വരും എന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും കൗലുകളോ കീലകളോ നാം അംഗീകരിക്കുന്ന നല്ല സൂഫിയാക്കൾ തന്നെയാവാം. പക്ഷെ ഷാഫി മദ്ഹബിന്റെ മുഅ്തമദായ മസലകൾക്ക് എതിരാകുമ്പോൾ നാം ശ്രദ്ധിക്കണമെന്നും അംഗീകരിക്കപ്പെടുന്ന ഇമാമിങ്ങളിൽ നിന്ന്, നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന്, നമ്മുടെ ഷെയ്ഖുമാരിൽ നിന്ന് അംഗീകരിക്കപ്പെടും വിധം മനസ്സിലാക്കാതെ പൊതുവെ നമ്മൾ ആരും പ്രവർത്തിക്കരുത് എന്നും ഷാഫിഈ മദ്ഹബുകാരായ സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി അശ്അരി മസ്ലക്കും കർമ്മപരമായി ഷാഫിഈ മദ്ഹബുമാണല്ലോ നമ്മളൊക്കെ അംഗീകരിക്കുന്നത്. അവനെ സംബന്ധിച്ചാണല്ലോ സുന്നി എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഷർവാനി അടക്കം ഇമാമിങ്ങൾ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നികളായ സഹോദരങ്ങൾ ഹദീസിന്റെ തുണ്ടങ്ങൾ വെച്ച് മനനം ചെയ്തെടുക്കുന്നതിന് പകരം അമലുമായി ബന്ധപ്പെടുമ്പോൾ ഷാഫി മദ്ഹബിന്റെ പ്രബല ഗ്രന്ഥങ്ങളായ, ഉദാഹരണമായി തുഹഫയും ഫത്തുൽമീനും തമ്മിൽ എതിരാകുമ്പോൾ വരെ തുഹഫനെ തന്നെ മുന്തിക്കണം എന്നുള്ളതാകുന്നു ഷാഫി മദ്ഹബിൽ നമ്മുടെ ഈ കേരളത്തിൽ പൊന്നാനി മസ്ലക്കുകാരായ നമ്മുടെ ഉസ്താദുമാര് മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോന്നിലും അതിൻ്റെതായ വഴി തന്നെ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ, ഞാൻ ആരെയും തിരുത്താനല്ല, ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു തആല പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ. ദുആ ചെയ്യണം എന്ന ദുആ വസിയത്തോടെ നിങ്ങളുടെ പ്രിയ സഹോദരൻ PA മുഹമ്മദ് ബാക്കവി മുണ്ടം പറമ്പ്. അസ്സലാമു അലൈക്കും.